നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചില ജനകീയ വിഷയങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാനുണ്ട്. അതിൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന കാര്യമടക്കം പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. ആരംഭിക്കുന്നു പൊതുജനം കഴുകുകയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഒരു നാടിനെ ആകെ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകളായിരുന്നു ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ. ആലുവയിൽ നിന്ന് കാണാതായ 4 വയസ്സുകാരി കല്യാണിയുടെ ജീവനറ്റ ശരീരം 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി. അമ്മ സന്ധ്യ കുഞ്ഞിനെ എറിഞ്ഞെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് കാരണമെന്താണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി. കല്യാണിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണ് എന്ന സന്ധ്യയുടെയും കുടുംബത്തിന്റെയും വാദം തള്ളുകയാണ് ഭർത്താവ്. മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ബന്ധുക്കളും പറയുന്നു. തന്നെയും സഹോദരിയെയും കൊലപ്പെടുത്താൻ മുമ്പും സന്ധ്യ ശ്രമിച്ചിരുന്നു എന്നാണ് മൂത്ത മകൻ 24-നോട് പറഞ്ഞത്. 100 കണക്കിന് ആളുകളാണ് കല്യാണിക്ക് അന്ത്യയാത്ര നൽകാൻ എത്തിയത്. നാടിന്റെ കാത്തിരിപ്പുകൾ വിഫലമാക്കി പുലർച്ചെ 2:20-നാണ് മൂഴിക്കുളത്ത് ചാലക്കുടി പുഴയിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെടുത്തത്. അമ്മ സന്ധ്യയാണ് കുഞ്ഞിനെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞത്. കൊലപാതകം എന്തിനെന്ന് സന്ധ്യ പോലീസിനോട് വ്യക്തമാക്കിയിട്ടില്ല. മൊഴികൾ മാറ്റിപ്പറയുന്ന സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. 4 വയസ്സുകാരി കല്യാണിയെ കൊല്ലാൻ കാരണം കുടുംബ പ്രശ്നങ്ങൾ എന്നാണ് സന്ധ്യയും കുടുംബവും പറഞ്ഞത്. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഭർത്താവും ബന്ധുക്കളും. 1 മാസമായിട്ട് ഞാനിവിടെ ഇല്ല. ഞാൻ പിന്നെ ഈ അച്ഛനായതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് എൻ്റെ മൂത്ത മോനാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും പിള്ളേരോടോ അല്ലെങ്കിൽ ഇത്രയും അടുത്ത ആൾക്കാരോടൊപ്പില്ലേ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. സന്ധ്യയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കുടുംബവും അയൽക്കാരും പറയുന്നു. അങ്ങനെ കുഴപ്പങ്ങളായിട്ടൊന്നും തോന്നണില്ല. പുള്ളിക്കാരത്തേക്ക് അവരുടെ ആൾക്കാർ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ അന്യന്മാരെ പോലെയാണ്. ഡോക്ടറെ കാണണ്ടോ മരുന്ന് കഴിക്കണ്ടോ എന്ന് അവളുടെ വീട്ടുകാരോട് ഞങ്ങൾ ഒരു 1000 വട്ടം ചോദിച്ചിട്ടുണ്ട്. അവരില്ല ഇല്ല ഇല്ല എന്ന് തന്നെ പറഞ്ഞേക്കണേ. സന്ധ്യ മുൻപും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മൂത്ത കുട്ടി പറഞ്ഞു. ആദ്യം ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അത് ഓട്ടോറിക്ഷ കയറി തിരുവാങ്കുളം വരെ പോയി. തിരുവാങ്കുളം വരെ പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബസ്സിൽ വിളിച്ച് കയറ്റി. എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി. ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ആ ബാത്റൂം കയറി അതിൻ്റെ ഉള്ളിൽ വിഷമൊക്കെ കലക്കി ഞങ്ങൾക്ക് തരാൻ നോക്കി. ഞാൻ എൻ്റെ അനിയത്തിനെ കൊണ്ട് പോകാൻ നോക്കിയപ്പോൾ അമ്മ ടോർച്ചും വെച്ച് തലക്കെട്ടടിച്ച് ഞങ്ങൾ രണ്ടുപേരെ. ഞങ്ങൾ എൻ്റെ പുറകുവശത്തെ കൂടെ ഇറങ്ങി ഓടി. ഞങ്ങൾ കുറ്റം സമ്മതിച്ച ശേഷവും യാതൊരു കൂസലുമില്ലാതെയാണ് ഇന്നലെ രാത്രി സ്റ്റേഷനിൽ സന്ധ്യ കഴിച്ചുകൂട്ടിയത്. പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണവും കഴിച്ചു. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അമ്മമാരെങ്ങനെ ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തുന്നുവെന്ന് പരിശോധിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത്, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പക കുട്ടികളോട് തീർക്കുന്ന ഒരു രീതി വളരെയധികം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അത് എന്തുകൊണ്ടാണ് അമ്മമാർ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഇടവരുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമേറിയിട്ടുള്ളൊരു പഠനം ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണിയുടെ സംസ്കാര ചടങ്ങുകൾ ചോറ്റാനിക്കര പൊതുശ്മശാനത്തിൽ നടന്നു. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. മോട്ടീവ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോ നമ്മള് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധമുയരാനുള്ള സാധ്യതയും പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്.
കൊലപാതക കാരണം സംബന്ധിച്ച് ഇരു കുടുംബങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ ഈ ക്രൂരകൃത്യത്തിന്റെ കാരണം തേടുകയാണ് പോലീസ്. സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾക്ക് വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ക്യാമറാമാൻ അനൂപിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. നമുക്ക് മുമ്പിൽ വലിയൊരു വേദനയായി ആ 4 വയസ്സുകാരി നിൽക്കുകയാണ്. ഇന്നലെ ആ തിരച്ചിലിന്റെ ഘട്ടത്തിലൊക്കെ കുട്ടിയെ കിട്ടും, കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയോടുകൂടി ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി തിരച്ചിൽ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ ആ പ്രതീക്ഷ അസ്തമിച്ചു പോകുന്നതും കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നതും വലിയ വേദനയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയത്. എന്തായാലും അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തെളിവ് ശേഖരണമടക്കം വിശദമായ ചോദ്യം ചെയ്യലടക്കം നടക്കുന്നുണ്ട്. അതിനും ഒരു ഉത്തരം കിട്ടട്ടെ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. മഴ ശക്തമായതോടെ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി. കൊയിലാണ്ടിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന് വലിയ നാശനഷ്ടമുണ്ടായി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത മലബാർ മേഖലയിലെ പൊതുവായ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം കോഴിക്കോട്ട് നിന്ന് മിഥില ബാലനും വിശദീകരിക്കും. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, ചില ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്, ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം കാലാവസ്ഥാ വകുപ്പ് വിശദീകരിക്കുന്നത് എന്ത് ഉമേഷ്? രജിത്ത്, അടുത്ത മണിക്കൂറുകളിലും വടക്കൻ മേഖലകളിൽ മഴ ശക്തമായി തന്നെ തുടരും. അതിന് മുന്നോടിയായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം സൈറണ് മുഴക്കിക്കഴിഞ്ഞു. പ്രധാനമായി 4 ജില്ലകളാണ്. കാരണം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച 4 ജില്ലകൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയാണ്. രാത്രി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിൽക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നേരത്തെ പറഞ്ഞ ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. എന്തായാലും മഴ ഇന്ന് രാത്രിയും തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നിലവിൽ അറബിക്കടലിൽ കർണാടക തീരത്തോട് ചേർന്ന് ഒരു പ്രഷർ കുറഞ്ഞ ഒരു മേഖലയുണ്ട്. അത് നാളെ ചക്രവാത ചുഴിയായി രൂപപ്പെടും. അത് 2 ദിവസത്തിന് ശേഷം അത് ന്യൂനമർദ്ദമായി മാറുമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. എന്തായാലും കാലാവസ്ഥ കൂടുതൽ മഴയോട് അടുക്കുകയാണ്. അതായത് മൺസൂൺ സാധാരണ ജൂൺ 1 മുതലാണ് കേരളത്തിൽ ലഭിച്ചു തുടങ്ങുന്നതെങ്കിൽ ഇത്തവണ സാഹചര്യം മാറും. നേരത്തെ തന്നെ ലഭിക്കും. നിലവിലെ അനുമാനം വെച്ച് ഒരുപക്ഷെ 4 ദിവസത്തിനകം തന്നെ, അതായത് 24-ാം തീയതിക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് മൺസൂൺ കാറ്റ് എത്തിത്തുടങ്ങും. ഒരുപക്ഷെ നാളെ മഴയുടെ അളവ് നേരിയ രീതിയിൽ കുറയുമെങ്കിലും മറ്റന്നാൾ മുതൽ വീണ്ടും മഴയുടെ ഒരു മൺസൂൺ കാലയളവിൽ എങ്ങനെയാണോ മഴ ലഭിക്കുന്നത് സമാനമായ രീതിയിൽ 23-ാം തീയതി മുതൽ സംസ്ഥാനത്ത് മഴ ലഭിച്ച് തുടങ്ങാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയും വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ അതാത് ജില്ലകളോട് ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിവിധ ജില്ലകളിൽ ഏർപ്പെടുത്തി വരികയുമാണ്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാത്രിയിലും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴ ശക്തമായി തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനിടെ പലയിടത്തും ഈ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊയിലാണ്ടിയിൽ വെള്ളം മറിഞ്ഞ ഒരാൾക്ക്, മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്കും കണ്ണൂരിൽ വീടിന് നാശനഷ്ടമുണ്ടാവുന്ന നിലയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, കോഴിക്കോട് കാലാവസ്ഥ പൊതുവെ എങ്ങനെ, മുന്നറിയിപ്പിനെ എങ്ങനെയാണ് ജില്ലാ ഭരണകൂടമടക്കം കാണുന്നത്? ഈ നാശനഷ്ടങ്ങൾ, അതിൻ്റെ പൊതുവായ വിവരങ്ങൾ മിഥില. രാജ്യത്തെ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെയും നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ നിലവിലിപ്പോൾ വെറും ചാറ്റൽ മഴ മാത്രമാണ് നിലവിലുള്ളത്. രാവിലെയാണ് കോഴിക്കോട് ജില്ലയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെള്ളയിൽ ഹാർബറിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളി വെള്ളം മറിഞ്ഞ് മരിച്ചിട്ടുണ്ട്. കുഞ്ഞാലിമരക്കാർ എന്ന വെള്ളത്തിലെ മത്സ്യത്തൊഴിലാളി ഹംസയാണ് മരിച്ചത്. മറ്റൊന്ന് കോട്ടൂളിയിലാണ്. കോട്ടൂളിയിൽ ഒരു വീടിൻ്റെ മതിൽ മറ്റൊരു വീടിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ആളപായമൊന്നുമില്ല. പക്ഷേ മതിൽ വീണ വീടിൻ്റെ മേൽക്കൂര പാതി തകർന്നിട്ടുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, ആ മതിലിടിയുന്ന സമയത്ത് ആ വീട്ടിൻ്റെ മുറ്റത്ത് 2 പേരുണ്ടായിരുന്നു. അവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. നിലവിൽ അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മലബാറിലെ മറ്റു ജില്ലകളിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ ശക്തമായ സമയത്ത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ
ഒരു ഡീറ്റെയിൽ ആയിട്ട് ഹോട്ട്സ്പോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖല ഉൾപ്പെടെ 25 ഹോട്ട്സ്പോട്ടുകളാണ് ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റാനുള്ള സജ്ജീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മലബാറിലെ ജില്ലകളിലുമുള്ളത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടുന്നത് കാലവർഷം വരാറായിരിക്കുന്നു, അതിന് മുന്നോടിയായി ഒരു മഴക്കാലം വരുന്നതിന് മുന്നോടിയായി നമ്മൾ സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പുകൾ, ജാഗ്രതയൊക്കെ നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലയിടത്തും കാനകളൊക്കെ ഇപ്പോഴും വൃത്തിയാക്കാത്ത തരത്തിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമായി പോകാൻ തക്ക തരത്തിൽ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. റോഡുകൾ പലതും വെള്ളക്കെട്ടുണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അത് കൊച്ചിയിലെ റോഡുകൾ സംബന്ധിച്ചാണ്. ഒരു മഴക്കാലത്ത് നേരിടാൻ കൊച്ചിയിലെ റോഡുകൾ സജ്ജമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇനി നമ്മുടെ പതിവ് സെഗ്മെന്റിലേക്ക് കടക്കാനുള്ള സമയമാണ്. കൂരായണത്തിൻ്റെ സമയം. ഓവർ ടു കൂരായണം. സർക്കാരിന്റെ 4ാം വാർഷികം പ്രമാണിച്ച് ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആഘോഷ പരിപാടികളല്ലേ. അപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നല്ല വെറൈറ്റി ഒരു ഓട്ടം തുള്ളൽ ഇറക്കാൻ പോവാണ്. അപ്പോൾ സർക്കാരിന് വേണ്ടി ഓട്ടം തുള്ളൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു യൂത്ത് ലീഗ്. ഓട്ടം തുള്ളലിൽ പലതും പറയും, അത് കേട്ടാരും കോപിക്കരുതേ. പറഞ്ഞോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. സർക്കാർ ഇപ്പൊ മൊത്തം ചിൽമൂടല്ലേ. ഭരിക്കാൻ കാശില്ലെങ്കിൽ എന്താ, ആഘോഷിക്കാൻ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. അതുകൊണ്ട് മൊത്തം സെലിബ്രേഷൻ വൈബാണ്. കലികാലം ഇത് കാലിക്കാലം, കയ്യിൽ കാശോ ഇല്ല കാലം. കലികാലം ഇത് കാലിക്കാലം, കയ്യിൽ കാശോ ഇല്ല കാലം. 26 കോടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. 200 കോടി ആയാലും ഇവരുടെ ഈ ആഘോഷം അവസാനിക്കില്ല. മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാൻ മാത്രം 15 കോടി രൂപയുടെ ഹോർഡിങ്സ് ആണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. സോറി, അത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ഇതൊക്കെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ലേ. അതിനു വേണ്ടി കുറച്ച് കോടികളൊക്കെ പൊട്ടിക്കാൻ നീ. ഏറ്റവും വലിയ കീറാമുട്ടി ആവശ്യത്തിന് ധനം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് നമ്മുടെ ഈ GST വന്നതിന് ശേഷം ടാക്സ് വലിയ തോതിൽ കുറഞ്ഞു. ഇതൊക്കെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ പറയണത്. നമ്മുടെ ഖജനാവ് ഒരു പ്രത്യേകതരം ഖജനാവാണെന്ന് പറഞ്ഞൂടെ. സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് സർക്കാരിന്റെ കയ്യിൽ കാശില്ല, പക്ഷെ സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് ഖജനാവില് ഇഷ്ടംപോലെ കാശുണ്ട്. അയ്യോ കാലം കലികാലം, ഇത് പിണറായി നാട് ഭരിക്കും കാലം. അയ്യോ കാലം കലികാലം, ഇത് പിണറായി നാട് ഭരിക്കും കാലം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് പ്രചാരണത്തിനും മറ്റുമായിട്ട് 27 കോടി, പന്തല് പണിക്ക് 20 കോടി, പിന്നെ നമ്മുടെ പ്രദർശനത്തിന് വേറെ കോടി. എന്തൊരു ചെലവ് ചുരുക്കിയിട്ടാണല്ലേ സർക്കാർ വാർഷികാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1ാം നമ്പർ കേരളത്തിന്റെ ഉത്തമ മാതൃക തന്നെ. കേരളത്തിലെ പ്രതിപക്ഷം ഈ 4ാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ആശ്വാസം, അത്രയും ചെലവ് കുറഞ്ഞു കിട്ടി. ആ കാശെടുത്ത് വാർഷികാഘോഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ 2 ഫ്ലക്സ് കൂടുതൽ വെക്കണം. ഹൈ, നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്ന്. എന്നാലും സർക്കാരിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് മോശമായി പോയിട്ടാ. നിങ്ങൾ വാർഷികാഘോഷത്തിന്റെ വേദിയിലൊന്ന് പോയി നോക്കി നോക്ക്. സർക്കാരിന്റെ നേട്ടങ്ങൾ അവർ എണ്ണി ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നത് കേൾക്കാം. അല്ലേ CM? സർക്കാർ വാർഷികത്തെയും അതോടൊപ്പമുള്ള പ്രദർശനമേളയെയും ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ്. കുറച്ച് ഒരു കൂട്ടർ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിക്കുമെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്നത്. അതായത് സമൂഹത്തിന്റെ നാനാതുറകളിലേക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. സർക്കാരിന്റെ കയ്യൊപ്പ് പതിയാത്ത ഒരിടം പോലും ഉണ്ടാവില്ല. ആശമാരുടെ സമരം കണ്ടു ആശാന്മാര് കുലുങ്ങുന്നില്ല. അത് പിന്നെ കേന്ദ്രം നമ്മളെ ചതിച്ചോണ്ടല്ലേ. ആശാ വർക്കേഴ്സ് നമ്മുടെ സഹോദരിമാരാണ്. പക്ഷെ കേന്ദ്രം നമ്മളെ സാമ്പത്തികമായിട്ട് ഞെരുക്കിയില്ലേ. അതുകൊണ്ട് നിങ്ങൾ ആശമാരുടെ കാര്യം വിട്, ബാക്കി മേഖലകളൊന്ന് നോക്ക്. കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നല്ല, പറഞ്ഞു കൊടുക്ക് CM അങ്ങോട്ട്. സ്വന്തം മക്കളുടെ ആശകൾ തീർക്കും മൂത്താശാനാടിൻ മുഖ്യൻ. സ്വന്തം മക്കളുടെ ആശകൾ തീർക്കും മൂത്താശാനാടിൻ മുഖ്യൻ. അത് പിന്നെ മാസപ്പടിക്കേസും രാഷ്ട്രീയ പ്രേരിതാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വിടൂ.
വാർഷികാഘോഷം പ്രമാണിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല പോലെ ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റിയ മേഖലകളിലേക്ക് ഒന്ന് നോക്കിയോക്ക്. അടുപ്പിലൊന്നും തീയില്ലെങ്കിലും ആശുപത്രിയിൽ പുകപടലങ്ങൾ. ഇതെന്തൊരു കഷ്ടാണ്. എപ്പോഴും കുറ്റം മാത്രം പറയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രതിപക്ഷം? ദിസ് ഇസ് ടൂ മച്ച്. നിങ്ങളൊക്കെ എന്തിട്ടാ പറഞ്ഞു വരുന്നത്? 8-9 വർഷമായിട്ട് സർക്കാർ ഇവിടെ ഒരു നല്ല കാര്യം ചെയ്യണില്ലെന്നോ? മാത്രം പറയരുതല്ലോ. സർജറി കഴിയും രോഗിക്കുള്ളിൽ കത്രിക ഫ്രീ ആയി നൽകും കാലം. പുല്ല് ചോദിക്കണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ CM അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പഴയ പിണറായി വിജയനെ നിങ്ങളെല്ലാരും കൂടി പുറത്തേക്ക് എടുക്കരുതിട്ടാ, പറഞ്ഞേക്കാം. ലെജൻഡാണ്, കാരണഭൂതനാണ് എന്നൊക്കെ ഉള്ള ചോദ്യം ചോദിക്കും. അത് കഴിയുമ്പോൾ സമയമായി 7 മണി, എഴുന്നേക്കട്ടെ, നമസ്കാരം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ആകെ തരികിട മൊത്തം തരികിട നാടുകൂടിച്ചവരിനിയും വേണ്ട. സർക്കാർ ഇവിടെ കുറെ വികസന പദ്ധതികൾ കൊണ്ടുവന്നുണ്ട്. ഒരു സർക്കാരിന് അവരുടെ വാർഷികം ആഘോഷിക്കാൻ അവകാശമുണ്ട്. പക്ഷെ എന്തിനും ഇതിനും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണേ എന്ന് നിലവിളിക്കുന്നവര് സ്വന്തം കാര്യം വരുമ്പോ ഒന്നും നോക്കാണ്ട് അറഞ്ചം പുറഞ്ചം കോടികൾ വാരി വീശുമ്പോഴാണ് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ തോന്നണം. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണ ദൃശ്യങ്ങൾ ഇന്നലെ വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത്. വലിയൊരു അപകടം തലനാരിഴയ്ക്കൊഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത തകരാൻ കാരണം എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അപകട സാധ്യത മുന്നിൽ കണ്ട് പരാതിയുമായി നിരവധി തവണ അധികൃതരെ അവർ സമീപിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം. പിന്നാലെ ഈ അപകടമുണ്ടായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. നേരത്തെ തന്നെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടണം, ഒരുപാട് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ്, ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന കാര്യം ഉദ്യോഗസ്ഥർക്ക് ഒരു മുന്നറിയിപ്പായി നാട്ടുകാർ നൽകിയതാണ്. പക്ഷേ ആ സമയത്ത് അല്പം സിമൻറ്റുമായി വന്ന് അതിൻ്റെ ഓട്ടയടച്ചു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ഇടപെടലും അവർ നടത്തിയില്ല എന്നുള്ളതാണ് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാൻ കാരണമായത്. സർവീസ് റോഡിലേക്ക് ദേശീയപാത കുത്തനെ ഇടിഞ്ഞ് താഴ്ന്നതോടുകൂടി ജനരോഷം ഇരമ്പുന്ന കാഴ്ച ഇന്നലെ അവിടെ നമ്മൾ കണ്ടു. ഇന്നലെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്കൊന്ന് വളരെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2:15 കൂരിയാട് വയൽ ഭാഗത്തെ സർവീസ് റോഡിലൂടെ കടന്നുപോയ കാറിന് മുകളിലേക്ക് ഇന്റർലോക്ക് കട്ടകൾ ഇടിഞ്ഞു വീണത്. അതിൽ ഈ സിമന്റ് കട്ടകളുണ്ട്, അതുപോലെ മണ്ണുണ്ട്. ഇതൊക്കെ ആ വഴി കടന്നു പോകുകയായിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ദേശീയപാത 66 കോട്ടക്കലിനും തേഞ്ഞിപ്പാലത്തിനും ഇടയിൽ കൂരിയാട് വയൽ ഭാഗത്താണ് അപകടമുണ്ടായത്. പുതിയ 6 വരി പാതയിൽ കോഴിക്കോട് തൃശ്ശൂർ ദേശീയപാതയിലാണ് ഈ അപകടം നടക്കുന്നത്. ആ റോഡ്, ആ സർവീസ് റോഡ് അതൊക്കെ പ്രേക്ഷകർക്ക് പരിചിതമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം വളരെ തിരക്കേറിയ റോഡാണ്. ഈ 6 വരി പാത പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി സർവീസ് റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. 250 മീറ്ററോളം റോഡും സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപകടത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോകാവുന്നതായിരുന്നു. പെട്ടെന്നുണ്ടായ അപകടത്തിൽ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കണ്ടു. 3 വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. ഈ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഈ കാറിലുള്ളവരൊക്കെ ഇറങ്ങി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിയതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല. ഭാഗ്യം കൊണ്ട് മാത്രം ആളപായം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാവുന്ന നിലയായിരുന്നു ഇന്നലെ അവിടെ. സർവീസ് റോഡ് തകർന്ന് വലിയ കുഴി രൂപപ്പെടുന്നത് പിന്നീട് പുറത്തു വന്ന ദൃശ്യത്തിൽ നമ്മൾ കണ്ടു. സർവീസ് റോഡിലൂടെ 3 വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. പക്ഷേ വാഹനങ്ങൾക്ക് കേടുപാട് പറ്റുന്നതിലല്ല, ആളുകൾക്ക് അപകടമുണ്ടായില്ല എന്നുള്ള ആശ്വാസം നമുക്ക് കാണാം. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. അവർ ഇപ്പോഴും പറയുന്നത് ഇനിയും അവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇനിയെങ്കിലും അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തണം, എന്താണ് സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടത് അതവിടെ ചെയ്യണം എന്നുള്ള കാര്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത്. വലിയ തിരക്കേറിയ റോഡ്, വലിയ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന റോഡ്. അവിടെ ഇങ്ങനെ ഒരു അപകടം അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വേണ്ട ജാഗ്രത അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡിൽ വ്യാപകമായ വിള്ളൽ രൂപപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഗതാഗതക്കുരുക്കടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായി. നിർമ്മാണം പൂർത്തിയാക്കാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ അപകടം ഉണ്ടായത്. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഈ പ്രത്യേക സാഹചര്യം, ഈ വിഷയം, ഈ അപകടമുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പരിശോധിക്കും, ദേശീയപാത അതോറിറ്റിയുമായി അടക്കം സംസാരിച്ച് അവിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നടപടികൾ ഉണ്ടാകട്ടെ, ആളുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയട്ടെ, ഇപ്പോഴുള്ള അവരുടെ ആശങ്ക ഇല്ലാതാവുകയും ചെയ്യട്ടെ. ഇന്നലെ ഉണ്ടായ അപകടത്തിന് പിന്നാലെ മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളലുണ്ടായി എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നു. തലപ്പാറയിലാണ് വിള്ളൽ കണ്ടെത്തിയത്.
മഴയെ തുടർന്നാണിതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ഇന്നലെ ദേശീയപാത ഇടിഞ്ഞു വീണിടത്ത് ദേശീയപാത അതോറിറ്റി അധികൃതർ പരിശോധനയും നടത്തിയിട്ടുണ്ട്. And area is there which does not have the adequate bearing capacity to retain the load. So that part, there you can see the bulged out part. So that part due to the pressure, earthen pressure, is bulged out, which created the cavity and the earth came down. Construction issues not there. But the only problem is the wetland area, which does not have the adequate bearing capacity. We have to, what we thought we could only improve the ROW. But we have to go beyond the ROW also to ensure the safety of our highway. The next step is the ground improvement. We'll do the ground improvement. Then we have to rebuild. We have to take out and we have to rebuild. സമീർ ബിൻ കരീം കൂരിയാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സമീർ, നേരത്തെ ആ പ്രദേശവാസികൾ യാത്രക്കാരൊക്കെ ഉയർത്തിയ ആശങ്ക അത് മുഖവിലേക്കെടുത്തില്ല. പിന്നീട് ഒരു അപകടമുണ്ടായി. ഇപ്പോൾ വീണ്ടും അവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നടക്കം പരിശോധന ഉണ്ടാകുന്നു, കാര്യങ്ങൾ വിലയിരുത്തുന്ന നടപടി ഉണ്ടാകുന്നു. ഇതിൽ ജനങ്ങളൊരു പ്രതീക്ഷ വെക്കുന്നുണ്ടോ? അവർക്ക് ഇപ്പോഴുള്ള നടപടികളിൽ വിശ്വാസമുണ്ടോ? സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു അപകട സാഹചര്യം ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവരൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ? എന്താണ് അവർ വിശദീകരിക്കുന്നത്? ഇന്നത്തെ ഉദ്യോഗസ്ഥരുടെ നടപടികൾ എങ്ങനെയായിരുന്നു സമീർ? റിജിത്ത്, നേരത്തെ പലതവണ പരാതി പറഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ ഈ വിള്ളൽ വീണിരിക്കുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഈ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് ഈ കമ്പനി കടന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ രാത്രിയിലും പ്രവൃത്തി നടക്കുകയാണ്. ഈ ഇടിഞ്ഞതിന്റെ മറുഭാഗമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ ഈ സമീപത്ത് വലിയൊരു പാലമുണ്ട്. ഈ പാലവുമായി ഉള്ള ഈ കോൺക്രീറ്റിന്റെ, അതായത് ഈ പൊളിഞ്ഞ ഭാഗവുമായുള്ള പാലത്തിന്റെ ബന്ധം വേർപ്പെടുത്താനുള്ള കോൺക്രീറ്റ് പൊളിക്കുകയാണ് നിലവിൽ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പൊളിഞ്ഞ ഭാഗം പൂർണ്ണമായും തകരുകയാണെങ്കിൽ പാലം കൂടി അതിന് കൂടെ തകരാതിരിക്കാനാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും മുടന്തൻ ന്യായമാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞിരിക്കുന്നത് ശക്തമായ മഴ മൂലം മണ്ണ് നീങ്ങിയതാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ മഴക്കാലത്ത് എന്തായിരിക്കും ഈ ദേശീയപാതക്ക് സംഭവിക്കുക എന്നുള്ളതാണ് ഈ ജനങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് ചേർന്ന സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട് ഈ കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു വിദഗ്ധ സമിതിയെ, 3 അംഗ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കായി പഠിക്കാനായി നിയോഗിച്ചിരിക്കുകയാണ്. നാളെ തന്നെ ആ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തി നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ച് തുടർ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്നുള്ളതാണ്. ഈ നാട്ടുകാർ പറയുന്നത് വ്യക്തമായ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് പാടശേഖരമാണ്. ഈ പാടമൊക്കെ തന്നെ മണ്ണിട്ട് നികത്തി ഇവിടുത്തെ ഈ തോടെല്ലാം തന്നെ മണ്ണിട്ട് മൂടി ആ ഒഴുക്കിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിലാണ് ഈ പാലം, ഈ റോഡുമെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ പ്രദേശവാസി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എന്താണ് നാട്ടുകാരുടെ ഒരു സാഹചര്യം? ഈ വിഷയത്തില് കഴിഞ്ഞ തവണ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കാലവർഷത്തില് സർവീസ് റോഡിൽ വെള്ളം കയറിയ സമയത്ത് തന്നെ ഈ വിഷയം ദേശീയപാത അധികൃതർ നിർമ്മാണം നടക്കുന്ന കമ്പനികളെ ഈ വിഷയം അറിയിച്ചതാണ്. അപ്പോൾ അവർ ഇത് മുഖവിലേക്കെടുത്തില്ല, കാര്യമായ ഒരു അതിന് വേണ്ട ഇടപെടലുകൾ നടത്തില്ല. തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ അടുക്കി വെച്ച കട്ടകൾക്ക് കാര്യമായ വിള്ളലുകൾ ഉണ്ടായിരുന്നു. അന്ന് നാട്ടുകാരെ ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും മാധ്യമങ്ങളും ഒക്കെ ഈ വിഷയം പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു. അന്നും ഇത് മുഖവിലേക്കെടുക്കാത്തതിന്റെ ഒരു തിക്തഫലമാണ് ഇന്നലെ ഇവിടെ കണ്ടത്. ഇത് ഈ ഒന്നാകെ റോഡാകെ പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു ശാസ്ത്രീയപരമായിട്ട് ഇവർ മണ്ണ് പരിശോധന, അതല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഇതിന്റെ ഒരു പരിസ്ഥിതി പഠനമോ നടത്താത്തതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിൽ വീഴാണ്ടായ കാരണം. പ്രത്യേകിച്ച് പാടത്തിലൂടെ പോകുമ്പോൾ എഡ്രിക്കോടൊക്കെ നിർമ്മിച്ച മാരിന്റെ ഒരു മേൽപ്പാത നിർമ്മിച്ചിട്ട് വേണം കൊണ്ടുപോകാനുണ്ടായിരുന്നത്. അതിന് ബദലായിട്ടാണ് ഇത്തരത്തിൽ ഈ പാടത്ത് ഒരു ഫൗണ്ടേഷൻ പോലും റെഡിയാക്കാത്ത രീതിക്ക് ഇവർ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അതാണ് ഈ ഒരു വീഴ്ച കാരണം. ഇപ്പോൾ ദേശീയപാത അധികൃതർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയെ കുറ്റപ്പെടുത്തിയിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴയെ കുറ്റപ്പെടുത്തിയിട്ട് രക്ഷപ്പെടേണ്ട ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷമാണ് മഴ ശക്തമായി രൂക്ഷമായത്. അതിന് മുമ്പ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിവിടെ കാര്യമായി മഴ പെയ്തിട്ടില്ല, പക്ഷേ ഇത് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഒരു ശക്തമായ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയിടും. അതായത് ദേശീയപാത നിർമ്മാണം നടന്ന എല്ലാ മേഖലയിലും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുകയാണ് വേണ്ടത്. ഏതായാലും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന വേണം, മണ്ണ് പരിശോധന വേണം. അതൊന്നും ഇല്ലാതെ ഈ പ്രവൃത്തി ചെയ്തു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മാത്രമല്ല ഈ തലപ്പാറയിലെ റോഡിന് വിള്ളൽ വീണതാണ് വലിയ ആശങ്കയിലേക്ക് ഈ സംഭവത്തെ നയിച്ചിരിക്കുന്നത്. റിജിത്ത്.
ശരി, സമീർ ബിൻ കരീം കൂരിയാട് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണമടക്കം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ലഭ്യമാക്കുകയായിരുന്നു. ദേശീയപാത 66 നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് മലപ്പുറത്ത് ഈ അപകടമുണ്ടായത്. ദേശീയപാത തുറന്നു കൊടുക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് കാസർകോട്ടേക്ക് എത്തുകയാണെങ്കിൽ റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് വലിയ ചില പരാതികൾ, ആക്ഷേപങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിക്കുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ജില്ലയിൽ മാത്രം 4 ഇടങ്ങളിലാണ് ഈ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് എന്ന കാര്യം ഓർക്കണം. ദിവസങ്ങൾക്ക് മുമ്പാണ് പീലിക്കോട് മുട്ടാലിയിൽ കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചത്. ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റിയും അപകട മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കരാർ കമ്പനികൾ ഇതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. മണ്ണിനെയോ മനുഷ്യനെയോ പരിഗണിക്കാതെയാണ് ദേശീയപാത നിർമ്മാണത്തിനായി ചെങ്കുത്തായ കുന്നുകളെ ഇടിച്ചിടുന്നത്. ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയോ യാത്രക്കാരുടെയോ സുരക്ഷയെക്കുറിച്ച് ആർക്കും യാതൊരു ബോധവുമില്ല. പാറയും കല്ലും കുറവുള്ള മണ്ണാണ് കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത നിർമ്മാണ സ്ഥലത്തുള്ള ഭൂരിഭാഗം കുന്നുകളിലുമുള്ളത്. മഴ ശക്തമാകുന്ന സമയത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങൾ. മണ്ണിൻ്റെ ഘടന നോക്കി മണ്ണ് പരിശോധന നടത്തി ഇവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണം നടത്തണമെന്നിരിക്കെ കരാർ കമ്പനിയായ മേഗാ കൺസ്ട്രക്ഷൻ ഇതൊന്നും പാലിക്കുന്നില്ല എന്നാണ് ആരോപണം. ഈ കമ്പനിയോട് നമ്മളിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു. 2023 ഏപ്രിൽ കഴിഞ്ഞ ആദ്യത്തെ മഴ, അതുപോലെ 24 സ്റ്റാർട്ടിങ്, ഇപ്പോൾ 25 ഫസ്റ്റ് ഉണ്ടായ ഒരു ചെറിയ മഴ, 1 മണിക്കൂർ മഴ തന്നെ വീട്ടിനകത്തേക്കെല്ലാം വെള്ളം വരുന്ന രീതിയിലാണുള്ളത്. അധികരോട് പറഞ്ഞ് മതിയായിട്ടുള്ളത്. അവർ ഹിന്ദി സംസാരിക്കുന്ന ആളെ കൊണ്ട് പണിയെടുപ്പിക്കും. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ മലയാളി എഞ്ചിനീയർമാർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. പിലിക്കോട് മട്ടലായിയിൽ കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം നടത്തുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ്. ബേവിഞ്ച, തെക്കിൽ, വീരമലക്കുന്ന്, മട്ടലായി എന്നീ കുന്നുകളിൽ മണ്ണെടുത്തത് അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തിയ ജിയോളജിസ്റ്റ് സംഘം പരിഹാര പ്രവർത്തനങ്ങൾ അപ്രായോഗികമാണെന്നും വിലയിരുത്തുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഭൂഗർഭജലമോ മഴയെ തുടർന്നുള്ള ജലപ്രവാഹമോ ഉണ്ടായാൽ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും വിദഗ്ധർ നൽകിയ റിപ്പോർട്ടിലുണ്ട്. മട്ടലായി കുന്നിടിഞ്ഞതോടെ സമീപ പ്രദേശത്തെ വീടുകളും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. ഇപ്പം 3 വർഷമായി നമ്മൾ വീട്ടിൽ താമസമില്ല. മഴ പെയ്താലും മൊത്തം മണ്ണ് നമ്മളെ വളപ്പിലേക്ക് വന്നിട്ട് കാലെല്ലാം ഇങ്ങനെ ചളിയിൽ പൂണ്ടു പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പം നമ്മൾ പുതിയ വീടെടുത്തിട്ട് അവിടെ താമസിക്കാൻ പറ്റും തോന്നില്ല ഈ മഴയത്ത്. ഒരിക്കൽ മതിലെല്ലാം അങ്ങനെ ഇടിഞ്ഞു വീണിന് കഴിഞ്ഞ മഴക്ക്. അപ്പം നമ്മൾ എല്ലാ ദിക്കിലും പരാതി കൊടുക്കുകയും ചെയ്തിന്. അതിന് ഒരു നടപടിയും ഒരു നഷ്ടപരിഹാരം ഒന്നും തന്നിട്ടില്ല. ഈ മഴക്കാലത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി വിദഗ്ധ റിപ്പോർട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുവരെ അപകടം നടന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനാണ് തീരുമാനം. ജില്ലയിൽ തെക്കിൽ ചട്ടഞ്ചാൽ, ചെറുവത്തൂർ, വീരമലക്കുന്ന്, പിലിക്കോട്, മട്ടലായി എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത്. ഇവിടങ്ങളിൽ മണ്ണ് പരിശോധന നടത്തിയതിനു ശേഷം ഹെവി റീറ്റൈനിങ് മതിൽ സ്ഥാപിക്കണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. യാത്രക്കാരുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാവണം ദേശീയപാത നിർമ്മാണം. അല്ലെങ്കിൽ കേരളത്തിലും മറ്റൊരു ശിരൂർ ആവർത്തിക്കപ്പെടും. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഇനിയും ഒരു ദുരന്തം താങ്ങാനാവില്ല നമ്മുടെ നാടിന്. അതുകൊണ്ട് തന്നെ കരാർ കമ്പനി കൃത്യമായ പഠനം നടത്തി, കൃത്യമായ പരിശോധന നടത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. നാട്ടുകാരുടെ ആശങ്ക അകറ്റണം. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നു, അതിലേക്ക്. പേടിയുണ്ട്. കാരണം വെച്ചാൽ മണ്ണിടിഞ്ഞാൽ ഇപ്പോൾ നമ്മെല്ലാം അവിടെ താമസിക്കുന്നു. നമുക്കിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകാനും ആക്കാനും എല്ലാം വിഷമം വരും. ഈ മണ്ണിങ്ങനെ ഇടിഞ്ഞ് നല്ല മഴ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ മഴ ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ ഈ അവസ്ഥയായി. ഇനി മഴ വന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് സൈഡായിട്ട് വെള്ളം പോകാനുള്ള ഇത് ചെയ്യണം. അതില്ല. അത് ആദ്യം അതൊക്കെ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാമെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. പക്ഷേ
ഇവർ അതൊന്നും കൂട്ടാക്കാതെ ഇവരെ കൂടുതൽ ഇവർ സബ് കോൺട്രാക്ട് കൊടുത്ത് മൂന്നോ നാലോ സബ് കോൺട്രാക്ടേഴ്സാണ് ഇത് ഏറ്റെടുക്കുന്നത്. അവർ ഡിലേ ചെയ്ത് നമ്മൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളത്. അതിൻ്റെ മേലെ ഒരു ലെയർ കാണുന്നുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ലെയർ ഇട്ടിട്ട് കാണുന്നുണ്ട്. അതെന്താണ്, അതിന് അവിടെ നിൽക്കുന്നതാണ് ഒരു പാവി പിടിച്ച പോലെ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളത് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഞങ്ങൾ ഫാമിലി തിരിച്ചു പോകേണ്ടതാണ്. ഇപ്പോൾ മഴ വരുന്ന സമയമാകുമ്പോഴേക്കും ഇതേ കണ്ടീഷനാണെങ്കിൽ ചിലപ്പോൾ ആ മല മൊത്തം ഇടിഞ്ഞ് താഴ്ത്ത് വരാനുള്ള കണ്ടീഷനാണ്. കനത്ത മഴയിൽ കണ്ണൂർ പാനൂരിൽ വീടും കിണറും തകർന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കിഴക്കേ ചെമ്പാട്ടെ രാജേഷിന്റെ വീടാണ് തകർന്നത്. കിണറിനോട് ചേർന്ന കുളിമുറി ഇടിഞ്ഞ് കിണറ്റിലേക്ക് താഴ്ന്നിട്ടുമുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്താണ് അരുൺ? റിജിത്ത്, കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. പൊതുവെ മലയോര മേഖലയിലേക്കാൾ നഗര തീരദേശ മേഖലയിലാണ് കാര്യമായി തന്നെ ജില്ലയിൽ മഴ പെയ്യുന്നത്. പലയിടങ്ങളിലായി മഴക്കെടുതികളും നാശനഷ്ടങ്ങളും ഇന്ന് രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒടുവിലായി ഇപ്പോൾ പാനൂരിലാണ് കിഴക്കേ ചെമ്പാട്ടെ രാജേഷിന്റെ വീട് കനത്ത മഴയിൽ തകർന്നത്. വീട് മാത്രമല്ല, വീടും കിണറും തകർന്നിട്ടുണ്ട്. വീടിന്റെ ഒരു വശത്ത്, അതായത് കുളിമുറിയോട് ചേർന്നാണ് കിണറുള്ളത്, ആ വശം ഇടിഞ്ഞ് ഈ കിണറിലേക്ക് താഴുകയായിരുന്നു. അതോടൊപ്പം തന്നെ മേൽക്കൂരയും കനത്ത കാറ്റിൽ തകർന്നിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലയിടങ്ങളിലും കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മലയോര മേഖലയിലല്ല, തീരദേശ നഗര കേന്ദ്രങ്ങളിലാണ് ഇന്ന് പൊതുവെ മഴക്കെടുതികൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. നാളെയും റെഡ് അലേർട്ടാണ്. കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നൽകിയിട്ടുമുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രേക്ഷകരൊക്കെ ഓർക്കുക, മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കനത്ത നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കനത്ത കാറ്റും മഴയുമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ എല്ലാവരും അക്കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക, ശ്രദ്ധയോടുകൂടി ഇടപെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കൊച്ചി നഗരത്തിലെ റോഡുകളുടെ അവസ്ഥയിൽ വിമർശനവുമായി ഹൈക്കോടതി. MG റോഡിന്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം. ഫുട്പാത്തിലെ സ്ലാബുകൾ പോലും മാറ്റിയിട്ടില്ല. മഴക്കാലത്ത് നേരിടാൻ നഗരം തയ്യാറായിട്ടില്ല. പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, ഇനി കാലവർഷം വരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. അതിനിടയിൽ നമ്മുടെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോഴും ഈ കാനകളൊക്കെ അതിൻ്റെയൊക്കെ ഒഴുക്ക് സുഗമമാവുന്ന തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഹൈക്കോടതിക്കും ആ സംശയമുണ്ട്. അതൊരു വിമർശന രൂപത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിക്കുന്നു. വിശദാംശങ്ങൾ അമൽ സുരേന്ദ്രൻ. റിജിത്ത്, കാലവർഷം അടുത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാവുന്നതാണ് കൊച്ചിയിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മഴക്കാലം അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിലും കൊച്ചിയിലെ റോഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. പല റോഡുകളുടെയും അവസ്ഥ, പ്രത്യേകിച്ചും MG റോഡിലും മറ്റും ഫുട്പാത്തുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതേപോലെ തന്നെ മുല്ലശ്ശേരി കനാലിന്റെ പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. മുല്ലശ്ശേരി കനാലിന്റെ പണി പൂർത്തിയാക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും കോൺട്രാക്ടർക്ക് പിന്നീട് സമയം നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പണി പൂർത്തിയാക്കാത്തതിനെയും ജസ്റ്റിസ് വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ കാണേണ്ടതാണ്, ഈ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം കൊച്ചി നഗരത്തിൽ നടന്നിട്ടില്ല എന്നൊരു വിമർശനം, അല്ലെങ്കിൽ പൂർണ്ണമായും നടന്നിട്ടില്ല എന്നൊരു വിമർശനം ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, മഴക്കാല പൂർവ്വ ശുചീകരണത്തിനും മറ്റുമായിട്ട് കോർപ്പറേഷൻ ബജറ്റിലും മറ്റും തുക നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രവർത്തനങ്ങൾ കൂടുതലായി നടക്കുന്നില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മെയ് 30-നകം എല്ലാ തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും റോഡിന്റെ ആയാലും മറ്റും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളായാലും നടത്തി എടുക്കും എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മഴക്കാലം അടുത്ത് നിൽക്കുമ്പോൾ കൊച്ചിക്ക് ആശ്വാസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് പൊതുജന ഒരു വികാരം എന്ന് പറയുന്നത്. ഏതായാലും അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുക നിർവാഹമുള്ളൂ. റീജിത്ത്. ശരി, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലുവയിൽ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ധ്യയെ ഉടൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആലുവ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കും വിരലടയാള പരിശോധനയ്ക്കും ശേഷം വീണ്ടും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, പോലീസിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അഭിനന്ദ്?
റിജിത്ത്, നിലവിൽ സന്ധ്യ എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനാണുള്ളത്. വൈദ്യ പരിശോധനയ്ക്കായി ഇന്ന് ഇവിടെ നിന്ന് എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഇതിനുശേഷം വിരലടയാള പരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടെ ചില ഡോക്യുമെന്റുകൾ സൈൻ ചെയ്തതിന് ഒപ്പിടുന്നതിന്റെ ഭാഗമായിട്ടും ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അല്പസമയം മുമ്പ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രതി സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡിവൈഎസ്പി ആലുവ ഡിവൈഎസ്പി രാജേഷ്, ഒപ്പം തന്നെ എറണാകുളം റൂറൽ എസ് പി എം ഹേമലത എന്നിവർ ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഇവരെ കസ്റ്റഡിയിലെടുത്തു. വിശദമായി തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് കൊലക്കുറ്റത്തിന് കേസ് ചുമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത് പൂർണ്ണമായും തന്നെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നതാണ് എസ് പി എം ഹേമലത ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനകത്ത് എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ മോട്ടീവ് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്താണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ള കാരണം എന്നത് ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല. പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു വിശ്വാസത്തിന്റെ എടുക്കണമോ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു ചെറിയ സംശയമുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകുക എന്നും എറണാകുളം റൂറൽ എസ് പി എം ഹേമലത ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒപ്പം തന്നെ മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ മാനസിക പ്രശ്നങ്ങൾ അത് വിദഗ്ധമായ പരിശോധനകൾക്ക് ശേഷം വിദഗ്ധമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വ്യക്തത വരുത്തുകയുള്ളൂ എന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയാണ്. ഇതിനുശേഷം അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. കോടതിയുടെ തീരുമാനപ്രകാരമായിരിക്കും കസ്റ്റഡിയിലേക്ക് വിടണമോ അതോ ജയിലിൽ റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യത്തിലേക്ക് ഇനി തീരുമാനമെടുക്കുക. എന്നാലും അല്പസമയത്തിനും തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അന്വേഷണവുമായി സഹകരിക്കുന്നുവെന്ന് തന്നെയാണ് എസ് പി അടക്കം വ്യക്തമാക്കുന്നത്. YS വിവരങ്ങൾ നൽകുകയായിരുന്നു. സമാനതകളില്ലാത്ത കൊടും ക്രൂരതയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ അമ്മ സന്ധ്യ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കുടുംബ പ്രശ്നം എന്നുള്ള മൊഴിക്കപ്പുറത്തേക്ക് എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് കൃത്യമായി അറിയാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അമ്മ സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തുടർ നടപടികൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. YS അഭിനന്ദ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പുരോഗമന കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ അപമാനമുണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത. ഇല്ലാത്ത മോഷണക്കുറ്റം ആരോപിച്ച് ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് അതിക്രൂര മാനസിക പീഡനമാണ്. സംഭവത്തിൽ SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരാണ് എന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം കന്റോൺമെന്റ് AC നടത്തിയ അന്വേഷണത്തിലാണ് സസ്പെൻഷനിലായ SIക്ക് പുറമെ 2 പേർക്ക് കൂടി വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ബിന്ദു പറഞ്ഞു. ഈ ഓമന ഡാനിയലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവർ ഭയങ്കരമായിട്ട് തന്നെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ പറയാത്തവരും പറഞ്ഞപ്പോൾ പിടിച്ചു നിന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഈ ഓമന ഡാനിയൽ നിർദ്ദേശപ്രകാരം എന്നെ രാത്രി പോലീസ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവിടെ കാറിലാണ് 4 പേര്. യൂണിഫോത്തിലല്ലാത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോകുന്ന വഴിക്കാണ് ആ ഒരു പോലീസുകാരനെ കാറിൽ വെച്ച് ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറയുന്നത്. ഈ 2 പേരെയും സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറക്കണം മാത്രം പോരല്ല, ഈ പ്രസन्न എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ കേരളത്തിനകത്തായാലും കേരളത്തിൻ്റെ വെളിയിലായാലും ജോലിയിൽ കൊടുക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ അത്രമാത്രം എന്നെ വേദനിപ്പിച്ച് ബാത്റൂമിൽ വെള്ളം കോരി കുടിക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ പ്രസन्न എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അനധികൃതമായി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രി തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്ത 2 സിവിൽ പോലീസ് ഓഫീസർക്കാണ് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയത്. മോഷണക്കേസിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പരിശോധിച്ച ശേഷമാകും നടപടി. വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട പരാതി നൽകാനാണ് ബിന്ദുവിന്റെ തീരുമാനം. ചെയ്യാത്തൊരു കുറ്റത്തിന് അവരൊരു സ്ത്രീയല്ലേ, എന്തായാലും ഇതിനുവേണ്ടി ഞാൻ നടപടി എടുക്കാൻ ഉദ്യോഗസ്ഥരെ അറിയിക്കും. ഇതുവേണ്ടി ഞാൻ പോരാടുന്നെ ചെയ്യും. ബിന്ദുവിനെ അപമാനിച്ചതിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. കള്ളപ്പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കുടുംബത്തിനെ തന്നെ അപമാനിക്കുന്ന, അവരുടെ കുട്ടികളുടെ ഭാവിയെ പോലും വലിയ രൂപത്തിൽ ഭീഷണിയായിട്ടുള്ള നിലക്കുള്ള ഒരു അപമാനം വരുത്തി വെക്കുന്ന, കുടുംബത്തിനാകെ അപമാനം വരുത്തി വെക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി വി ശിവൻകുട്ടിയും സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും നിയമ പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തു. ഒരു SIയെ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ആ സ്ത്രീ നേരിട്ട അപമാനത്തിന് നീതി കിട്ടില്ല. അതിന് പോലീസിന്റെ സമീപനത്തെ ആകെ മാറ്റുന്ന തരത്തിലുള്ള നടപടികളാണ് വേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.
പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിലേക്കാണ്, മാനന്തവാടിയിലേക്കാണ്. അവിടെ പിലാക്കാവ് മണിയൻകുന്നിലെ കടുവാ സാന്നിധ്യം, അതിന് പിന്നാലെ വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. നിരവധി വളർത്തുമൃഗങ്ങളെ ഇതിനകം കടുവ കൊന്നു ഭക്ഷിച്ചു എന്നാണ് പരാതി. വനംവകുപ്പ് ചില നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ക്യാമറ ട്രാപ്പുകളും നൈറ്റ് പെട്രോളിങ്ങും അടക്കമുള്ള സംവിധാനങ്ങളാണ് വനംവകുപ്പ് സജ്ജമാക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റിപ്പോർട്ട് കാണാം. രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ പഞ്ചാരക്കൊല്ലിക്കടുത്താണ് മണിയൻകുന്ന്. ഇവിടെയാണ് മറ്റൊരു കടുവയുടെ ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ജനവാസ കേന്ദ്രത്തോട് ചേർന്ന തേയിലത്തോട്ടത്തിനടുത്തായി കടുവ പതിയിരിക്കുന്ന കാഴ്ച പകർത്തിയത് പ്രദേശവാസിയായ വട്ടക്കുനി ബിജു. അവിടെ നിന്നാണ് ഞാൻ കടുവനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കടുവനെ കാണുന്നതിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ പൈപ്പിൽ വെള്ളമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് എന്തൊരു കംപ്ലൈൻ്റ് ആയിട്ട്, പൈപ്പ് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ഭാര്യയും കൂടി പൈപ്പ് നോക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് പൈപ്പ് നോക്കി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വരവനാണ് അവിടെ വെച്ച് കടുവനെ കാണുന്നത്. ഇവിടെ നിന്നാണ് കാണുന്നത്, എൻ്റെ ഭാര്യയാണ് കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഷൂട്ട് ചെയ്തു ഫോറസ്റ്റുകാരൊക്കെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കടുവയല്ല, അത് പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് വീഡിയോ കിടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീഡിയോ കിട്ടുകൊടുത്തപ്പോൾ അവർ സമ്മതിച്ചു കടുവയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനകം നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിട്ടുണ്ടെന്നാണ് പരാതി. എൻ്റെ മുമ്പ് ഒരാടിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതും ഇതേപോലെ എൻ്റെ കണ്ണ് മുന്നിൽ തന്നെ എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അത് കടുവയല്ല, അത് വേറെ എന്തോ ഒരു ജീവിയാണ്, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ഒഴിവാക്കി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് വേറെ ചേട്ടൻ്റെ പശുവിനെ പിടിക്കുന്നത്. അതും ഞാൻ തന്നെയാണ് കാണുന്നത്. അപ്പോഴും ഞാൻ തന്നെ അത് വിളിച്ച് പറഞ്ഞ് പിന്നെ അവരൊക്കെ വന്ന് നോക്കി, ഡോക്ടർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കടുവയാണ് പിടിച്ചിരിക്കുന്നത്, ഡോക്ടർ തന്നെ അങ്ങോട്ട് എഴുതി. എന്നതിന് ശേഷമാണ് അവർ ഉറപ്പിക്കുന്നത് കടുവയാന്നുള്ളത്. പഞ്ചാരക്കൊല്ലിയിൽ കടുവ രാധയെ കൊലപ്പെടുത്തിയ അനുഭവം ഈ നാടിനുണ്ട്. അതാണ് ആശങ്കയ്ക്ക് കാരണം. ഇന്നലെ ഫോറസ്റ്റ് അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നോ അത് ഇവിടെയുള്ള കടുവയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള അങ്ങനെ ഒരു കടുവ കിട്ടുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ രാധേച്ചിനൊക്കെ പിടിച്ച പോലെ എന്തെങ്കിലും കാണണം. അപ്പോൾ ഈ നേരത്തെ കാലത്ത് നിങ്ങൾ വാർത്ത കൊടുത്ത് നടപടി ആക്കാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും. 6 ക്യാമറ ട്രാപ്പുകൾ പ്രദേശത്ത് വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രി പട്രോളിംഗും നടത്തുന്നുണ്ട്. ആശങ്ക വേണ്ട എന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ഈ കടുവ ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനാൽ തന്നെ പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല മണിയൻകുന്ന് നിവാസികൾക്ക്. പഞ്ചാരക്കൊല്ലിയുടെ അടുത്ത പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ആശങ്ക ഇരട്ടിയാണ് ഇവർക്ക്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യമായി ഇടപെടുന്നില്ല, കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല, പരാതികൾ കേൾക്കുന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഇവർക്കുണ്ട്. നോക്കാം ചില പ്രതികരണങ്ങൾ കൂടി. കടുവയുടെ കാര്യത്തിൽ മുൻകാലങ്ങളിലൊക്കെ ഈ കടുവ ഇവിടെ ശല്യക്കാരനാണ് എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നെങ്കിലും കാര്യക്ഷമമായിട്ട് ഇടപെടാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ആടിനും പശുവിനും തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടുവ ചാടി ആടിനെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അതിൻ്റെ വാലൊക്കെ ഏട്ടൻ്റെ മുഖത്തൊക്കെ ഉരഞ്ഞ് ഏട്ടൻ്റെ ബേക്കോട്ട് വീഴുമായിരുന്നു. അന്ന് ഞങ്ങൾ ഒച്ചപ്പാടാക്കി ജേക്കബ് സെബാസ്റ്റിനെ പോയി കണ്ടിട്ടാണ് ഇവിടെ കുറച്ച് ഏരിയ മാത്രം ഒന്ന് JCB കൊണ്ട് വന്ന് ഇറക്കിയിട്ട് ബാക്കി ഇവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ കയറി വിറക് വെട്ടിക്കുക. അങ്ങനെ കുറച്ച് വെട്ടി തെളിഞ്ഞ ഈ കാട് നിർബന്ധമായിട്ടും വെട്ടിക്കണം, എന്നാലേ വന്യമൃഗശല്യം ഇവിടെ കുറയുള്ളൂ. നഗരസഭ ഇടപെട്ട് നിർബന്ധിച്ചാണ് ഇത്രയെങ്കിലും കാട് വെട്ടിയൊഴിവാക്കി. ഇനിയും കാട് ഇഷ്ടംപോലെ വെട്ടിയൊഴിവാക്കാനുണ്ട്. ഈ കാടുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നവർ വെട്ടാത്തതുകൊണ്ടാണ് ഈ കടുവകൾ പോലെ ആനയും മറ്റുള്ള മൃഗങ്ങളുടെ ശല്യവും ഒരുപാട് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എറണാകുളം വടക്കൻ പറവൂരിൽ നിന്നാണ് ആ വാർത്ത. വയോധികയുടെ മാല ബൈക്കിലെത്തിയവർ പൊട്ടിച്ചു. ചെറായി സ്വദേശിയായ വയോധികയുടെ മാലയാണ് മോഷ്ടിച്ചത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. S. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എപ്പോഴാണ് ഈ സംഭവം? ഈ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ? ശ്യാം, ഇത് മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വയോധികയായ സ്ത്രീ റോഡിലൂടെ നടന്നു വരുമ്പോൾ ബൈക്കിലെത്തിയ 2 പേരാണ് റോഡിലേക്ക് ഇറങ്ങി മാല പൊട്ടിച്ചുകൊണ്ട് പോയത്. തൊട്ടുപുറകെ എത്തിയ വാഹനം ഈ മോഷ്ടാക്കൾ ഇടിച്ചിടാൻ ശ്രമിച്ചുവെങ്കിലും അവരവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വടക്കേക്കര പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, S. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം.